നമസ്കാരം, ആയുഷ് വൈദ്യശാല. ഞാൻ ഡോക്ടർ നൈല. ഇന്നിവിടെ പറയാൻ പോകുന്നത് സിമ്പിൾ റെമഡി ഫോർ യൂറിക് ആസിഡ് ആണ്. എന്റെ ഹോസ്പിറ്റലിൽ ബോൺ സെറ്റിംഗ് ചികിത്സയ്ക്ക് വരുന്ന മിക്ക രോഗികൾക്കും കണ്ടുവരുന്ന ഒരു ഡിസീസ് തന്നെ ഇപ്പൊ പറയാൻ പറ്റും. യൂറിക് ആസിഡ് കൊണ്ട് വരുന്നതാണ്. സന്ധികളിൽ വേദന എന്ന് പറഞ്ഞവർ വരുമ്പോഴും അവർക്ക് അറിയുന്നില്ല ഇത് എന്തുകൊണ്ടാണെന്നുള്ളത്. അത് ബ്ലഡിൽ യൂറിക് ആസിഡിന്റെ ലെവല് കൂടി കൊണ്ടുവരുന്ന രോഗമാണ് അത്. അപ്പൊ അതിന് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന റെമഡി ഉണ്ട്. അതിന് നമുക്ക് വേണ്ടത് ഒരു പച്ച പപ്പായയാണ്. പപ്പായ എങ്ങനെയുള്ളതായിരിക്കണം എന്ന് വെച്ചാൽ കുരു ഉള്ളതായിരിക്കണം. കുരുള്ള പച്ച പപ്പായ നിങ്ങൾ ആദ്യം നല്ലപോലെ കഴുകി കഴിഞ്ഞിട്ട് തൊലി ചെത്തി കഴിഞ്ഞിട്ട് കുരു കളഞ്ഞ് കഷ്ണങ്ങളാക്കി ഇങ്ങനെ എടുക്കുക. പക്ഷെ കഷ്ണങ്ങളാക്കിയതിന് ശേഷം നിങ്ങൾ ഒരിക്കലും ഇത് കഴുകരുത്. കഴുകി കഴിഞ്ഞാൽ ഇതിന്റെ പപ്പായയുടെ ഔഷധ മൂല്യം പോകുന്നതായിരിക്കും. അങ്ങനെ കഴുകാത്ത കഷ്ണങ്ങളാക്കിയ പച്ച പപ്പായ നിങ്ങൾ 3 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് ഈ വെള്ളം പലപ്പോഴായിട്ട് കുടിച്ചു തീർക്കാൻ. ഈവൻ കറി വെക്കുമ്പോൾ പോലും നിങ്ങൾ പപ്പായ കറി വെക്കുന്നുണ്ടെങ്കിൽ തൊലി ചെത്തിയതിന് ശേഷം നിങ്ങൾ കഴുകരുത്. അത് കഴുകി കഴിഞ്ഞാൽ പപ്പായയുടെ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെ ഈ വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം കാണാം. യൂറിക് ആസിഡിന്റെ ലെവല് വളരെയധികം കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താം. താങ്ക് യു.